വേർഡ് ടു ഓൾ ആൻഡ് ലൈഫ് ബ്രിഡ്ജ് അവതരിപ്പിക്കുന്ന വില കൊടുത്തവർ എന്ന ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വില കൊടുത്തവർ, ജയം വരിച്ചവർ, വില കൊടുത്തവർ, ഭാഗ്യവാന്മാർ. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ത്രികൂട മലനിരകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ പട്ടണം. മതവികാരങ്ങളുടെ സംതൃപ്തിക്കായി ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ തീർത്ഥാടന കേന്ദ്രവും മലകളാലും താഴ്വരകളാലും നിറഞ്ഞ പ്രകൃതി രമണീയമായ ആരെയും ആകർഷിക്കുന്ന ഭൂപ്രദേശം. നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഖത്ര എന്ന ഈ പട്ടണത്തിൽ കഴിഞ്ഞ 23 വർഷങ്ങളായി പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന ദേവദാസൻ സ്റ്റീഫൻ ഈനോക്കും തന്റെ പ്രിയതമ ലില്ലി സ്റ്റീഫനും വില കൊടുത്തവർ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം. തുടർന്ന് കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. വില കൊടുത്തവർ, ജയം വരിച്ചവർ, വില കൊടുത്തവർ, ഭാഗ്യവാന്മാർ, വില കൊടുത്തവർ ശോഭിതരാകും. ജമ്മു കാശ്മീരിൽ റിയാസി ഡിസ്ട്രിക്റ്റിൽ കട്ര എന്ന് പറയുന്ന ഒരു മനോഹരമായ പട്ടണത്തിൽ കഴിഞ്ഞ 23 വർഷമായി കർത്താവിൻ്റെ മഹനീയമായ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റീഫൻ ഇന്ന് വില കൊടുത്തവരെന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടുകൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസന് സ്വാഗതം. പാസ്റ്ററുടെ കുടുംബ പശ്ചാത്തലം, മാതാപിതാക്കൾ, എവിടെയാണ് ജനിച്ചു വളർന്നത്, അതുപോലെ പാസ്റ്ററുടെ ബാല്യകാലം, അതുപോലെ പാസ്റ്ററുടെ പഠനം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് പാസ്റ്റർ സ്റ്റീഫനാണ്. ഞാൻ ജനിച്ച് വളർന്നതെല്ലാം ചെന്നൈയിലാണ്. എൻ്റെ ഫാദറും എൻ്റെ മദറും തിരുനെൽവേലി. പിന്നെ എൻ്റെ ഫാദർക്ക് റെയിൽവേയിൽ ജോലി കിട്ടിയത് കൊണ്ട് ഞങ്ങളെല്ലാം തിരുനെൽവേലിയിലിറന്ന് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ഔട്ടായി. പിന്നെ ഞാൻ ജനിച്ചത് 1963 എൻ്റെ ഫാദറും മദറും CSI ബാക്ക്ഗ്രൗണ്ടായിരുന്നത്. പിന്നെ ചെന്നൈ വന്നതിന് ശേഷം എൻ്റെ മമ്മി അവിടെ അടുത്ത ഒരു CPM ചർച്ച ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവർ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങളെല്ലാം CPMലോട്ട് ഇൻട്രസ്റ്റ് ആയി. അവിടെ സൺഡേ സർവീസും മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ നമ്മുടെ ഇതായിരുന്നു ഫെലോഷിപ്പ് വരുന്നത് CPMലായിട്ട്. പിന്നെ ഞങ്ങൾ ചെറുപ്രായം കൊണ്ട് നല്ല എൻ്റെ മമ്മിയും പപ്പാവും വളരെ സ്ട്രിക്റ്റാണ് സ്പിരിച്വൽ കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും. പിന്നെ ദിവസം നമ്മൾ ഫാമിലി പ്രെയറും പിന്നെ സൺഡേ സർവീസും പിന്നെ സാറ്റർഡേ ടാരിങ് മീറ്റിംഗ്, വെഡ്നെസ്ഡേ ബൈബിൾ സ്റ്റഡി, ഇങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പോവുക. സൺഡേ സ്കൂൾ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മമ്മി വളരെ സ്ട്രിക്റ്റായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്രായത്തിൽ ഞങ്ങൾ വളരെ സ്പിരിച്വലായിട്ട് അധികം ഇൻട്രസ്റ്റായിട്ട് ഞങ്ങൾ അങ്ങനെ ജനിച്ച് വളർന്നതാണ്. പിന്നെ പതുക്കെ എൻ്റെ 10th +2 ഈ സ്റ്റഡീസ് വരുമ്പോൾ എൻ്റെ അങ്കിൾ 1982 തഞ്ചാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എൻ്റെ അങ്കിൾ സ്റ്റാർട്ടാക്കിയതാണ്. എൻ്റെ അങ്കിൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നമ്മൾ ബിസിനസ് തുടങ്ങാം. അപ്പോൾ ഞാൻ സ്റ്റഡീസ് ഞാൻ നിർത്തിയിട്ട് ഞാനും എൻ്റെ കസിൻ ബ്രദറുമായി ഞങ്ങൾ 3 പേർ പാർട്ട്ണറാണ്, എൻ്റെ അങ്കിളും എൻ്റെ കസിൻ ബ്രദേഴ്സും. അപ്പോൾ ബിസിനസ് ദൈവകൃപയാൽ വളരെ അനുഗ്രഹിച്ചു. ആ സമയത്ത് ഈ ഇടയ്ക്ക് ബിസിനസ് ഉള്ള സമയത്ത് ചെറിയ പാർട്ടിയൊക്കെ അവർ വയ്ക്കും. അപ്പോൾ ബിയറൊക്കെ അവരങ്ങനെ എല്ലാ ബിസിനസ്സുകാരെല്ലാം ഒന്നിച്ച് കൂടുമ്പോൾ അപ്പോൾ അവർ ബിയറൊക്കെ എനിക്ക് കുടിക്കാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, വേണ്ട അങ്കിള്, ഞങ്ങൾ അത് കുടിക്കത്തില്ല. പിന്നെ അങ്കിൾ പറഞ്ഞു, കുഴപ്പമില്ല, ചെറുതായിട്ടിട്. ഇങ്ങനെ പതുക്കെ അത് എന്തായി, ബിയർ പിന്നെ റമ്മൽ പോയി. പിന്നെ അങ്ങനെ ചെറിയതായിട്ട് കുടി പിന്നെ വലിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ ഇങ്ങനെ ഇരുന്നത് ബിസിനസ് നല്ലപോലെ വന്നതുകൊണ്ട് എൻ്റെ അങ്കിളുടെ ചേട്ടൻ അവർ പറഞ്ഞു, നിൻ്റെ പാർട്ട്നേഴ്സ് 2 പേര്, സ്റ്റീഫൻ, എൻ്റെ കസിൻ ബ്രദർ മോറിസൺ പറഞ്ഞു. ഇപ്പോൾ പുള്ളി സിംഗപ്പൂരിലാണ്. അപ്പോൾ അവരോട് എൻ്റെ അങ്കിളുടെ ചേട്ടൻ പറഞ്ഞു, ഇവർ 2 പേരും നീ ഒഴിവാക്കരുത്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത്, ഇവർ പാർട്ട്ണർ വേണ്ട, അങ്ങനെ പറഞ്ഞു.
സോ ഒരു ദിവസം രാത്രി അങ്കിൾ എന്നോട് വിളിച്ചു പറഞ്ഞു, എന്നോടും എൻ്റെ കസിൻ ബ്രദറോടും, സ്റ്റീഫൻ ഓർ മോറിസ്, നിങ്ങൾ ഇന്നു തൊട്ട് ഈ ബിസിനസ്സിലെ പാർട്ട്ണറില്ല. ഇവരെല്ലാം ഒപ്പമിട്ട് എല്ലാം മേടിച്ചു അവർ. സോ അത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഹേർട്ടായി. അപ്പോൾ ബിസിനസ് ലാസായി, ബിസിനസ് വിട്ട് ഞങ്ങൾ പുറത്തായി. ഈ ഇടയ്ക്ക് എൻ്റെ ഫാദർ റെയിൽവേയിൽ ജോലി ഉള്ളതുകൊണ്ട് അവിടെ ഒരു ട്രെയിനിങ് അപ്രൻറ്റീസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അപ്രൻറ്റീസ് പ്രോഗ്രാമിൽ എനിക്ക് സെലക്റ്റായി. അപ്പോൾ പപ്പ പറഞ്ഞു, നീ ബിസിനസ് വേണ്ട, നീ റെയിൽവേയിൽ ജോലി ചെയ്യാം, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ, ചെന്നൈയിലോട്ട്. ഞാൻ പറഞ്ഞില്ലപ്പാ, ഞാൻ ബിസിനസ്സിൽ നല്ലപോലെ പോകുന്നുണ്ട്, സോ അതുകൊണ്ട് ഞാൻ ബിസിനസ്സിൽ ഞാൻ പോവാം. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ സമയത്ത് தான் ഒരു 1984 ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾ ലെഫ്റ്റായി. ഇപ്പോൾ റെയിൽവേ ജോലിയും പോയി, എൻ്റെ ബിസിനസ്സും പോയി. സോ ആകെപ്പാട് ഞാൻ വല്ലാതെ ഒരു ഡിപ്രസ്സിലായി. ഇപ്പം ഡിപ്രസ്സിലാണതുകൊണ്ട് ഫ്രണ്ട്സും പിന്നെ സിനിമ ഒക്കെ കാണുക, ഇങ്ങനെ എൻ്റെ ലൈഫ്. പിന്നെ വെള്ളാടി കുറച്ച് കൂടി എൻ്റെ ജീവിതം മുഴുവതും നശിച്ചു. ഈ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയണം. ഞങ്ങൾ ഫാമിലി പ്രേയറുണ്ട് എല്ലാ ദിവസത്തും. ആ സമയത്ത് എനിക്ക് 11 or 12 അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഫാമിലി പ്രേയറിൽ ഇരിക്കുമ്പോൾ ബൈബിൾ പാട്ടൊക്കെ പാടി, പിന്നെ ബൈബിൾ വായിച്ചു. പിന്നെ പ്രാർത്ഥന സെക്ഷൻ വരുമ്പോൾ ഞങ്ങളെല്ലാം മുട്ടുകാലിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. പെട്ടെന്ന് എന്ന് അറിയത്തില്ല, പരിശുദ്ധാത്മാ എൻ്റെ മേളിൽ എനിക്ക് അറിയാതെ ഞാൻ ഇങ്ങനെ പറയുക, വന്യ ഭാഷയും അറിയത്തില്ല, എന്തോന്നോ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഒരു 45 minutes ഇങ്ങനെ എൻ്റെ ഒരു സിറ്റുവേഷനായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന തീർന്നു. അപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു, മോനെ നീ എന്തോ നീ കണ്ടത്? അപ്പോൾ മമ്മി, എനിക്കറിയത്തില്ല, നമ്മളിങ്ങനെ പ്രാർത്ഥന എടുക്കുമ്പോൾ സ്വർഗം ഇങ്ങനെ തുറക്കുക, അവിടെ ഇരുന്ന് ഒരു അഗ്നി മേളിലിരുന്ന് താഴെ ഇറങ്ങി വന്ന് എൻ്റെ നാക്ക് 2 ഭാഗമായി പിരിഞ്ഞു. ഞാൻ കണ്ടത് ശേഷം പിന്നെ എന്നെ അറിയത്തില്ല, ഞാൻ ഇങ്ങനെ അന്യഭാഷ ഇങ്ങനെ വന്നു. സോ അത് എനിക്ക് ഒരു ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നത്. പിന്നെ ബിസിനസ് ഉള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം പോയി. അതിനുശേഷം 91 ജോലിയില്ല, ഒന്നുമില്ല, ഇങ്ങനെ ആകെപ്പാടെ എല്ലാം തളർന്നു പോയിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇനി ലോകത്തിൽ ജീവിച്ച് ഒരു കാര്യമില്ല, അപ്പോൾ നമ്മൾ മരിക്കാം. അവിടെ ഒരു ഡിസിഷൻ എടുത്തു ഞാൻ. അപ്പോൾ എൻ്റെ വയസ്സ് 28 ആണ്. അപ്പോൾ കുറച്ച് പായസം മേടിച്ചു, എലിമരുന്ന് പാക്കറ്റ്, അതൊരു 5 പാക്കറ്റ് മേടിച്ചു ഞാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരന് ഇങ്ങനെ ഒരു സംഭവം അവൻ കഴിച്ചപ്പോൾ അവൻ വല്ലാതെ സീരിയസ് ആയി. കുറച്ച് 1 മാസത്തിന് ശേഷം അവൻ മരിച്ചു. സോ അത് ഞാൻ വിചാരിച്ചു 5 പാക്കറ്റ് കഴിക്കാം, അപ്പം നമ്മുടെ ജീവനും പെട്ടെന്ന് പോകും. അങ്ങനെ ഞാൻ 5 പാക്കറ്റ് മേടിച്ചു, മോറിനകത്ത് ഇട്ടു, അത് ഞാൻ അങ്ങനെ കുടിച്ച് ഒരു 1/2 കിലോമീറ്റർ എൻ്റെ വീട്ടിലിറന്ന് കുറച്ച് ദൂരമാണ്. അപ്പം ഞാൻ സൈക്കിളിലോട്ട് ഇങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെ താഴെ വീഴുന്നു. പിന്നെ പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ എൻ്റെ മമ്മി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ഒരു അത്ഭുതമായിട്ട് ആ രാത്രി തന്നെ ദൈവം എനിക്ക് ഒരു ഭയങ്കര ഒരു വിടുതൽ കൊടുത്തു. എൻ്റെ വലി, എൻ്റെ കുടി, എൻ്റെ എല്ലാ ബാഡ് ഹാബിറ്റ്സ് ഓൺ ദ സെയിം ഡേ ദൈവം എന്നെ ആ സ്ഥിതിയിലിരുന്ന് എന്നെ വിടുവിച്ചു. അപ്പോൾ വിടുവിച്ച പിന്നെ അപ്പോൾ ഞാൻ അന്ന് ദൈവത്തോടെ ഒരു കമ്മിറ്റ്മെൻറ്റ് സെഞ്ചു, ദൈവമേ ഇനി ഞാൻ ഉലക ജോലിയോ അല്ല ലോകപ്രകാരமான കാര്യമോ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഇന്ന് തൊട്ട് ഞാൻ ദൈവ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുക. ആ ചെറുപ്പകാലത്തെ ജീവിതത്തിൽ ബിസിനസ് തകർന്ന് ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഇരുന്ന സമയത്ത് എപ്പോഴാണ് ദൈവമായിട്ട് കണ്ടുമുട്ടിയതും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതും? അതിനുശേഷമുള്ള ബൈബിൾ കോളേജിലെ പഠനം, ശുശ്രൂഷപരമായ കാര്യങ്ങൾ അല്പമൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഇങ്ങനെ എൻ്റെ ബിസിനസ് എല്ലാം തകർന്ന ശേഷം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞാൻ വല്ലാതെ ഡിപ്രസ്ഡായി. മമ്മി എനിക്ക് വേണ്ടി പ്രത്യേകം കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണം. അങ്ങനെ അവർ ഭയങ്കര പ്രാർത്ഥിച്ചപ്പോൾ എന്നറിയാതെ എനിക്കുള്ള ഒരു ദൈവ സമാധാനം എനിക്ക് കിട്ടി.
അപ്പോൾ ദൈവ സമാധാനം കിട്ടിയ ശേഷം എൻ്റെ ഉള്ളിൽ ഒരു പെരിയ ഒരു പീസ് കിട്ടിയ ശേഷം ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ മമ്മി എൻ്റെ അടുത്തിരുന്നത്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്കറിയത്തില്ലേ, ഇത്ര ദിവസം എൻ്റെ ഉള്ളിലും എൻ്റെ മണ്ടയിലും ഏതോ ഒരു വല്ലാതെ ഒരു അവസ്ഥയായിരുന്നത്. ஆனால் ഇപ്പോഴും എനിക്ക് എല്ലാം ഫ്രീ ആയി. എനിക്കറിയത്തില്ല, എൻ്റെ മണ്ടയിലും എൻ്റെ ഹൃദയത്തിലും ഒരു സമാധാനമുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു മോനെ, ദൈവം നിന്നെ രക്ഷിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മമ്മി ഇത്ര ദിവസം ഞാൻ ലോകപ്രകാരമാകും ലോകத்துக்கு വേണ്ടി എൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി. എന്നാൽ ഇന്ന് തൊട്ട് ഞാൻ ദൈവத்துக்கு വേണ്ടി എൻ്റെ എല്ലാം, എൻ്റെ ശാരീരം, എൻ്റെ ആത്മ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ഞാൻ 91 the month of May 17 ഞാൻ എന്നെ തന്നെ ഞാൻ കമ്മിറ്റ്മെൻറ്റ് സെഞ്ചു. ജൂൺ മാസം 2 അപ്പോസ്റ്റലിക് ക്രിസ്ത്യൻ അസംബ്ലി, വൺ ഓഫ് ദ ബിഗർ ചർച്ച് ഇൻ ചെന്നൈ, പാസ്റ്റർ സാം സുന്ദരം എൻ്റെ സ്പിരിച്വൽ ഫാദറാണ്. അവരുടെ ചർച്ചിലാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് ആയത്. പിന്നെ അവിടെ ഞാൻ ജൂൺ 2 91 ഞാൻ ബാപ്റ്റിസം എടുത്തു. പിന്നെ ബാപ്റ്റിസം എടുത്തതിന് ശേഷം എൻ്റെ വല്യപ്പൻ, എൻ്റെ പപ്പയുടെ എൽഡർ ഫാദർ, അവർ മിനിസ്ട്രിയാണ്, അവർ പാസ്റ്ററാണ് ഒരു വില്ലേജിൽ. ചെന്നൈയിലിരുന്ന് ഒരു ഡേറ്റ്സ് ഒരു 150 കിലോമീറ്റേഴ്സ് ഒരു ചെറിയ വില്ലേജിലാണ്. പിന്നെ ഞാൻ എൻ്റെ അങ്കിളോട് പോയി അവരോട് കുറച്ച് ദിവസം താമസിച്ചു. അപ്പോൾ എൻ്റെ വല്യപ്പോട് പറഞ്ഞു, ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി എന്നെ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ബൈബിൾ ട്രെയിനിങ് എടുക്കണമെന്ന് അവരോട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഞാൻ എൻ്റെ ബൈബിൾ കോളേജിൽ വിടാം. സോ അങ്ങനെയാണ് 91 ജൂലൈ 17 കോയമ്പത്തൂരിലെ ബത്തേൽ ഫെയ്ത്ത് സ്പാർക്ലിംഗ് ബൈബിൾ കോളേജ് എൻ്റെ ഫാദർ അങ്ങോട്ട് വിട്ടു. 2 വർഷം അവിടെ ഡിപ്ലോമ കോഴ്സ് ഞാൻ പഠിച്ചു. പിന്നെ അതിനുശേഷം എനിക്ക് 93 മാർച്ച് 25 എൻ്റെ അവിടുത്തെ പ്രോഗ്രാം തീർന്നതിന് ശേഷം ഞാൻ ഏപ്രിൽ 1 തൊട്ട് ഞാൻ നേരത്തെ തീരുമാനിച്ചത് 40 ദിവസം നമ്മൾ ഉപവാസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് വേണ്ടി ഏത് സ്ഥലം, എവിടെ എൻ്റെ മിനിസ്ട്രിയുടെ കാലിംഗ് എന്തുവാ, അപ്പോസ്റ്റൽ ആർ എവാഞ്ചലിസ്റ്റ് ആർ ബൈബിൾ ടീച്ചർ, ഇങ്ങനെ 5 ഫോൾഡ് മിനിസ്ട്രി അല്ലേ. അപ്പോൾ എൻ്റെ പർട്ടിക്കുലർ മിനിസ്ട്രി എന്തുവാണ്, ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ വാൽപ്പാറന്, കോയമ്പത്തൂരിലിருந்து ഒരു 50 കിലോമീറ്റർ അടുത്ത് വാൽപ്പാറന് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ ചർച്ചിൽ 40 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നു. അപ്പോൾ 40 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസമായി, 10 ദിവസമായി, 20 ദിവസമായി ഒരു കാഴ്ചയോ ഒരു ദർശനമോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആകെ ഞാൻ ഫെഡപ്പായി, എന്തോ ദൈവമേ ഇത് എന്തോ. അപ്പോൾ 30th ഡേ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ വേണ്ടി ഞാൻ അന്നത്തെ എൻ്റെ ബൈബിൾ പോർഷനാണ് 1 Kings chapter 18, അന്നത്തെ ബൈബിൾ പോർഷൻ. സോ അത് ഞാൻ വായിക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എന്നെ അറിയാതെ ഭയങ്കര ഒരു പരിശുദ്ധാത്മ എന്നോട് ഇറങ്ങി. അപ്പോൾ പരിശുദ്ധാത്മ എന്നോട് സംസാരിക്കുക, നിന്റെ മിനിസ്ട്രി ഏലിയാവെ പോലെ ഒരു മിനിസ്ട്രിയാണ്. அந்த കർമ്മേൽ പർവ്വതം എങ്ങനെ അവന് പാഹാൽ വർഷിപ്പ് ചെയ്തത്, ആ സ്ഥലത്ത് ഏലിയ എങ്ങനെ മിനിസ്ട്രി ചെയ്തതോ അതുപോലെ ഒരു സ്ഥലത്തെ ഞാൻ എന്നെ അനുപ്പും, അവിടെയാണ് നിന്റെ മിനിസ്ട്രി. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴത് ഈ മലയെ ഞാൻ കണ്ടതാ. അപ്പോൾ എനിക്ക് ഇതേക്കുറിച്ച് വേറെ അറിയത്തില്ല. ഈ മലയെ ഞാൻ കണ്ടതാ. അപ്പോൾ മലയത് ഒത്തിരി ആൾക്കാർ താഴോട്ടും മേളിലോട്ടും ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ തന്നെ നിന്റെ മിനിസ്ട്രി. ഇങ്ങനെ ഞാൻ ദൈവ ആത്മ എന്നോട് സംസാരിച്ചു. അപ്പോൾ ദൈവം എനിക്കൊരു ദർശനം ദൈവം എന്നെ കൊടുത്തു, ഈ സ്ഥലത്തെ കാണിച്ചു. പക്ഷേ എനിക്ക് അറിയത്തില്ല ഇത് എവിടെയാണ്. അപ്പോൾ 40 ദിവസം എൻ്റെ ഫാസ്റ്റിംഗ് തീർന്നു. ഞങ്ങൾ ചെന്നൈയിലോട്ട് വന്നു ഞാൻ. അപ്പോൾ എൻ്റെ മമ്മിയോട് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ മമ്മി പറഞ്ഞു, കുറച്ച് നാൾ നീ ചെന്നൈയിലെ മിനിസ്ട്രി ചെയ്, പിന്നെ നമ്മൾ നോക്കാം, ദൈവം നിങ്ങളെ നടത്തുമ്പോൾ നീ എങ്ങോട്ട് പോകണമോ അങ്ങോട്ട് പോകും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ACA, ഞങ്ങളിരുന്ന ACA ചർച്ച് അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് ചർച്ച് അവിടെ ഞങ്ങളിരുന്ന സ്ഥലത്ത് വീട് അടുത്ത ഒരു ചർച്ചുണ്ട്. അവിടെ ഞാൻ 5 വർഷം എനിക്കൊരു പ്രാക്ടിക്കലുക്ക് വേണ്ടി അല്ലാതെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാൻ അവിടെ മിനിസ്ട്രി ചെയ്തു ചെന്നൈയിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഒരു 100 പേരുള്ള ഒരു ചർച്ചാണ്. അപ്പോൾ പാസ്റ്റർ എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പാസ്റ്റർ പറഞ്ഞു, നീ നല്ലപോലെ ഇവിടെ മിനിസ്ട്രി ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ മിനിസ്ട്രി ചെയ്തു ചെന്നൈയിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവം 94 94
അപ്പോൾ എൻ്റെ വല്യപ്പൻ്റെ മോൻ എന്നോട് പറഞ്ഞു, കേരളാവിൽ നമ്മൾ പോകുന്നുണ്ട്, നീ എന്നോട് കൂടെ വരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വരാം. അപ്പോൾ ഞങ്ങൾ എൻ്റെ ചേട്ടൻ്റെ വൈഫ് കേരള ലാഹ എസ്റ്റേറ്റ്, കേരള റാണി റാഹ എസ്റ്റേറ്റ്. അപ്പോൾ അവരോട് എന്നോട് പറഞ്ഞു, വാ നമ്മൾ കേരളക്ക് പോകാം. ഇങ്ങനെ ഞാൻ അവരോട് കേരളക്ക് പോകുമ്പോൾ അപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്റർ, അച്ഛൻ കുഞ്ഞിന് പറഞ്ഞ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, മാരേജ് ചെയ്യാൻ വേണ്ടി റെഡിയാ, അപ്പോൾ നീ സമ്മതിച്ചാൽ നമ്മൾ മാനേജ് ചെയ്യാം. അങ്ങനെ അവർ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എൻ്റെ അപ്പ അമ്മയോടൊപ്പം ചോദിക്കാം, അവർ വന്ന് കാണട്ടും, പിന്നെ നമ്മൾ എന്തോ ചെയ്യാം. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം 5 വർഷം ഞാൻ ഈ ചെന്നൈയിൽ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് ഒരു ചർച്ചിൽ ഞാൻ മിനിസ്ട്രി സെഞ്ചു. ദൈവം നല്ലപോലെ അവിടെ മിനിസ്ട്രി ചെയ്യുവാൻ ദൈവം കൃപ നൽകി. അവിടെ കുറേ വിശ്വാസികളെ അറിഞ്ഞത്. നേരത്തെ ഞാനും അവിടെ അസിസ്റ്റൻ്റായി ചേരുമ്പോൾ 100-110 വിശ്വാസികളേ ഉള്ളൂ. പിന്നെ നമ്മളങ്ങനെ ഹാർഡ് വർക്ക് സെഞ്ചു. ദൈവകൃപയാൽ ആ ചർച്ച് 400 to 500 വരെ അത് ഗ്രോ ആയി. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ ചർച്ച് നീ ഏറ്റവും നടത്ത്. എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, എനിക്ക് ഗുരു അവരാണ് പുള്ളി. ആ പാസ്റ്റർ പേര് ജാൻ ആസിർ മുത്തയ്യ, എൻ്റെ സീനിയർ പാസ്റ്ററാണ്. പുള്ളി എന്നോട് എല്ലാ കാര്യങ്ങളും സഭ എങ്ങനെ നടത്തണം, പിന്നെ എങ്ങനെ മിനിസ്ട്രി ചെയ്യണം, ചർച്ച് മിനിസ്ട്രി എന്താണ്, ഇവിടെ അനേക കാര്യങ്ങൾ നമ്മൾക്ക് അവർ പഠിപ്പിച്ചു കൊടുത്തു. സോ അതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യം അവിടെ ഞാൻ പഠിച്ചു. പിന്നെ അത് ഒരു വല്ലാതെ ഒരു പെരിയ ഒരു എൻ്റെ ജീവിതത്തിൽ നടന്നത് 97 എൻ്റെ സീനിയർ പാസ്റ്റർ സാം സുന്ദരം എന്നെ പാസ്റ്ററായിട്ട് ആർഡിനേറ്റ് ചെയ്തു. വിത്തിൻ 3 yearsൽ അത് ആർക്കും കിട്ടത്തില്ല ഇങ്ങനെ. പിന്നെ ബാപ്റ്റിസം കൊടുക്കാനും ഞാൻ പിന്നെ കമ്മ്യൂണിയൻ സർവീസ് നടത്തുവാനും ഇങ്ങനെ നമുക്കൊരു ആർഡിനേഷൻ എൻ്റെ സീനിയർ പാസ്റ്റർ എനിക്ക് കൊടുത്തതാണ്. സോ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. ഇങ്ങനെ എൻ്റെ മിനിസ്ട്രി 94 to 98. പാസ്റ്റർ അല്പം മുമ്പേ പറഞ്ഞല്ലോ ഞാനൊരു ദർശനം കണ്ടെന്ന്. അതെ. ആ ദർശനം ഒന്ന് ചുരുക്കത്തിൽ പറയാമോ? മാത്രമല്ല ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാനുള്ള സാഹചര്യവും അതും കൂടെ ആ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു. ആ ദിവസം 30th day ഒരു ചെറിയ ഒരു മല പോലെ ഒരു ചെറിയ ഒരു മൗണ്ടൻ. ആ മൗണ്ടനകത്ത് ജനങ്ങൾ ഒത്തിരി ആൾക്കാർ മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ സ്ഥലത്തിൽ നീ എൻ്റെ വേല ചെയ്യണം. ഒരു സ്പെസിഫിക് വോയിസ് എൻ്റെ കാതിലോട് ഞാൻ കേട്ടതാണ്. എനിക്കറിയത്തില്ല ഇത് എവിടെയാ, ഏത് സ്ഥലമാ, ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ പ്രാർത്ഥന തീർന്നു. ആ ദർശനം എൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഫിക്സായി. പിന്നെ ഞാൻ ചെന്നൈയിലോട്ട് വന്നു. ചെന്നൈയിലോട്ട് പാസ്റ്റർ മുത്തയ്യ, ACA ചർച്ച് ബ്രാഞ്ച് ചർച്ച് പാസ്റ്റർ, ആ പാസ്റ്ററോടെ ഞാൻ എൻ്റെ ആത്മീക ഗുരുവാണ്. പിന്നെ ആ പാസ്റ്ററോട് കൂടെ ഞാൻ ഒരു 5 വർഷം ഞാൻ മിനിസ്ട്രി ചെയ്തു, 5 years. 97 ഇയർ എൻഡിങ് മീറ്റിംഗ് നമ്മുടെ ചർച്ചിൽ എപ്പോഴും നടത്തും. 4 ദിവസം മീറ്റിംഗ് നടത്തും. 28, 29, 30, 31 ഇങ്ങനെ ഇയർ എൻഡിങ് മീറ്റിംഗ്. ആ സമയത്ത് കേരളത്തിലത് പാസ്റ്റർ അച്ഛൻ കുഞ്ഞുൻ പറഞ്ഞ്, എൻ്റെ റിലേറ്റീവാണ് അവർ, ആ പാസ്റ്റർ ഞങ്ങൾ വിളിച്ചു സ്പെഷ്യൽ മീറ്റിംഗ് വേണ്ടി. അപ്പം ലാസ്റ്റ് ദിവസം 31st day ലാസ്റ്റ് ഡേ മീറ്റിംഗ് 97 ലാസ്റ്റ് ഡേ മീറ്റിംഗ്. അപ്പോൾ പാസ്റ്റർ എന്നോട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ പിന്നെ പാസ്റ്റർ എന്നോട് വിളിച്ചു, പാസ്റ്റർ നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാൻ ദൈവാത്മാ എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞോ പാസ്റ്റർ, എന്തോ ഈ വർഷം ദൈവം നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റും, നിങ്ങൾ റെഡി ആയിക്കോ, ദൈവം നിങ്ങളെ ദൂരെ ഇടത്തേക്ക് കൊണ്ടുപോകാം, ഒരു പുതിയ സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. കാരണം നേരത്തെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ചെന്നൈയിൽ ഒത്തിരി മിനിസ്ട്രി ഉണ്ട്, ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്, ഒത്തിരി ചർച്ചസ് ഉണ്ട്. സോ നമ്മൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചത് ഇതുമാണ്, എനിക്കൊരു പുതിയ സ്ഥലത്തിൽ നമ്മൾ അറിയാതെ ജാതികൾ മധ്യത്തിൽ നമ്മൾ മിനിസ്ട്രി ചെയ്യരുത്. എനിക്കതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ജനുവരി തൊട്ട് ഞാനും എൻ്റെ വൈഫ് ലില്ലിയും ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ആ പുതിയ സ്ഥലം എവിടെയാണ്, ആ പുതിയ സ്ഥലത്തെക്കുറിച്ച് ഒരു വേ നമ്മൾക്ക് കാണിക്കണം പറഞ്ഞ് ഞാനും ലില്ലിയും ഒത്തിരി നാളെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഇടയ്ക്ക് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന തൊട്ടടുത്ത്
കേരളത്തിലിരുന്ന് 2 സിസ്റ്റർ പ്രെയർ മിനിസ്ട്രിക്ക് വേണ്ടി അവർ നമ്മളെ ചെന്നൈയിലോട്ട് വന്നു. അപ്പോൾ അവർ ലില്ലിയോട് ഇങ്ങനെ സംസാരിക്കുക. പിന്നെ ലില്ലിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം അവിടെ തമിഴ്നാട്, മലയാളം അറിയത്തില്ല, ലില്ലിക്ക് തമിഴ് അറിയത്തില്ല. സോ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നത്. പിന്നെ ഇവർ ഈ സിസ്റ്റർ വന്ന പേര് 2 സിസ്റ്റർമാർ വന്നു പ്രെയർ മിനിസ്ട്രി സെഞ്ച്. അപ്പോൾ അവർ പറഞ്ഞു അവരോട് ഇങ്ങനെ സംസാരിക്കാൻ എടുക്കാം, പിന്നെ പ്രാർത്ഥിക്കാം, ഇങ്ങനെയായിരുന്നത്. അപ്പോൾ ഒരു ജൂൺ മാസം, അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ജൂണായി, ജനുവരി സ്റ്റാർട്ടായിക്കതാ പ്രാർത്ഥന. ജൂൺ വരെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. അത് എൻ്റെ വളരെ ഭയങ്കര എന്താ ദൈവമേ ഇത്. ദിവസം ഞങ്ങൾ ഒരു 3 or 4 hours ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വിഷയത്തെ കോർത്ത്. അപ്പോൾ പിന്നെ അന്ന് ചർച്ചിൽ എൻ്റെ റെഗുലർ പ്രെയർ ഉണ്ട് 10 to 12. അപ്പോൾ ആഫ്റ്റർനൂൺ 12 o'clock അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ജൂൺ മാസം ഇങ്ങനെ ഈ ഡേറ്റ് അറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആ സിസ്റ്റർ, മലയാളി സിസ്റ്റർ, അവരും പ്രാർത്ഥിച്ചിട്ട് അവർ എൻ്റെ വീട്ടിൽ വന്നു. പാസ്റ്ററെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. പറയോ സിസ്റ്ററെ? അപ്പോൾ അവർ പറഞ്ഞു, ജമ്മു കാശ്മീരിൽ എനിക്കറിയപ്പെട്ട ഒരു പാസ്റ്ററുണ്ട്. പാസ്റ്റർ പേര് ജോർജ് കുട്ടിയാണ്. പുള്ളി എന്നോട് വിളിച്ചു പറഞ്ഞു, തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ മിഷണറായിട്ട് വരുമോ? അങ്ങനെ അവരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ സിസ്റ്റർ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പം ഞാൻ എൻ്റെ അടുത്ത് ലില്ലിയുണ്ട്. മൂത്ത മോള് 2.5 വയസ്സ് കാണും, മോനുക്ക് 8 മാസം. ഇങ്ങനെ ചെറിയ ചെറിയ പിള്ളേരാണ്. ദൈവാത്മാ എന്നോട് പറഞ്ഞു, മോനെ ഇതാ. ആ സമയത്ത് തന്നെ ഞാൻ ലില്ലിയോട് പറഞ്ഞു, എന്താ ലില്ലി നിൻ്റെ ഒപ്പീനിയൻ എന്തുവാ? അപ്പോൾ ലില്ലി പറഞ്ഞു, അച്ഛൻ എന്തോ പറയോ, അതെ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ സിസ്റ്റർ, ഇന്ന് തന്നെ അവരോട് നിങ്ങൾ സംസാരിക്കണം, പാസ്റ്ററോട്. അപ്പോൾ അന്ന് രാത്രി 8 മണിക്ക് പാസ്റ്റർ ജോർജ് കുട്ടിയോട് ഫോൺ വിളിച്ചു. പാസ്റ്ററോട് പറഞ്ഞു, ഒരു പാസ്റ്റർ തയ്യാറായിട്ടുമുണ്ട് ജമ്മു കാശ്മീർക്ക് വേണ്ടി മിഷനറി ആയിട്ട് വരാൻ, പുള്ളിക്ക് താല്പര്യമാണ്. അപ്പോൾ പുള്ളിയോട് പാസ്റ്ററോട് ഞാനും സംസാരിച്ചു. പാസ്റ്റർ എനിക്ക് ഇഷ്ടമാണ്, ദൈവാത്മാ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം ഞാൻ പോകുമെന്ന് പറഞ്ഞതാണ് ചെന്നൈ വിട്ട്, അതുകൊണ്ട് ഞാൻ റെഡിയാണ് പാസ്റ്റർ. പിന്നെ പാസ്റ്റർ പറഞ്ഞു ഓക്കെ. ഇങ്ങനെയായിരുന്നത്. പിന്നെ ആ ഇടയ്ക്ക് എൻ്റെ സീനിയർ പാസ്റ്റർ, എൻ്റെ ഗുരു, പുള്ളിയോടെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളി വിചാരിച്ച്, എൻ്റെ സീനിയർ പാസ്റ്റർ വിചാരിച്ചു എൻ്റെ അസിസ്റ്റൻറ്റ് മാത്രമല്ലേ, അവർ എന്നെ മോനെ പോലെ കരുതിയതാ. പുള്ളി പറഞ്ഞു, നീ എൻ്റെ ശേഷം, എനിക്ക് ശേഷം നീ ഈ ചർച്ച ഏറ്റെടുക്കണം, സോ അതുകൊണ്ട് നീ പോകരുത്. ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്ററെ, ദൈവാത്മാ എന്നോട് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ദൈവം എൻ്റെ ദർശനം ദൈവം എനിക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ മിനിസ്ട്രി പ്ലെയിൻ സ്ഥലത്തിലല്ല, ഒരു ഹിൽ സ്റ്റേഷനിലാണ്. അതുകൊണ്ട് ഞാൻ ഹിൽ സ്റ്റേഷനിലോട്ട് ഞാൻ പോകാം, ഞാൻ റെഡിയാകാം. പിന്നെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ഹിതമെങ്കിൽ ഞങ്ങൾ ചെന്നൈ ടു ജമ്മു പോകാൻ വേണ്ടി ടിക്കറ്റ് ഞാൻ എടുക്കത്തില്ല, ട്രെയിൻ ടിക്കറ്റ് ഞാൻ എടുക്കത്തില്ല, യാരാത് എന്നോട് എടുത്ത് കൊടുക്കണം. അപ്പോൾ അത് എനിക്ക് കൺഫർമേഷൻ ആകും. അപ്പോൾ അതാ ഞാനും ലില്ലിയോട്, ഞാൻ ആരോട് സംസാരിച്ചില്ല. സാർ പാസ്റ്റർ അറിയാം ഞാൻ പോകാനുള്ള കാര്യം, മറ്റേ വിശ്വാസിലൂടെ ആരോടും ഞാൻ ഒന്നും സംസാരിച്ചില്ല. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ടപ്പോൾ അപ്പോൾ ഒരു ദിവസം പാസ്റ്റർ ആരോട് സംസാരിച്ചു, ഇതുപോലെ സ്റ്റീഫൻ ഇവിടെ നിന്ന് ജമ്മുവിലോട്ട് പോവുക. അപ്പോൾ ആ ബ്രദർ ഒരു ദിവസം ഈവനിങ്ങിൽ എൻ്റെ വീട്ടിൽ വന്നു. പുള്ളി പറഞ്ഞു, പാസ്റ്ററെ ഞാൻ അറിയാമായിരുന്നു നിങ്ങൾ ജമ്മുവിലോട്ട് മിഷനറിയായി പോകുന്നു. ഞാൻ പറഞ്ഞു, ആ ബ്രദറെ, പാസ്റ്ററെ നിങ്ങളുടെ ട്രെയിൻ ഫെയർ ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുക്കാം, സോ അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് കാര്യം നിങ്ങൾ എടുക്കരുത്. അപ്പോൾ എനിക്കത് കൺഫർമേഷനായി. അപ്പോൾ ദൈവം നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് വിളിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓക്കെ ബ്രദർ, വളരെ എനിക്ക് സന്തോഷമായി. പിന്നെ സെപ്റ്റംബർ 2-ാം തീയതി ഏർലി മോർണിംഗ് ട്രെയിൻ അണ്ടമാൻ എക്സ്പ്രസ്. അപ്പോൾ ഞാൻ, എൻ്റെ ലില്ലി, പിന്നെ എൻ്റെ പിള്ളേർ, എനിക്കറിയത്തില്ല, പാസ്റ്റർ ജോർജ് കുട്ടി എന്നെ നേരിട്ട് കണ്ടതില്ല. എനിക്ക് ജോർജ് കുട്ടി പാസ്റ്ററെ
നമുക്ക് പരിചയമില്ല, ഒന്നുമില്ല. ഫോണിലോട്ട് സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ 4th സെപ്റ്റംബർ 1998 ജമ്മു റെയിൽവേ സ്റ്റേഷൻ വന്നു. ഒരു 3 മണി ഉച്ചയ്ക്ക് എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു ബിജു ബ്രദർ, ഒരു മലയാളി ബ്രദർ, പുള്ളി ആ സമയത്ത് നമ്മുടെ ടീമിലെയാണ് ഇരുന്നത്, IET-ലെയാണ്. പുള്ളിയാണ് വന്നത്. സ്റ്റേഷനിൽ പാസ്റ്ററുടെ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ പാസ്റ്റർ ഒരു 2-3 ദിവസം പാസ്റ്ററുടെ വീട്ടിൽ താമസിച്ചു. പിന്നെ പാസ്റ്റർ പറഞ്ഞു, ഇവിടെ അടുത്തൊരു വീടുണ്ട്, അവിടെ എന്നെ വാടകയ്ക്ക് താമസിക്കാൻ വെച്ചു. പാസ്റ്റർ അല്പം മുൻപേ പാസ്റ്ററുടെ സഹധർമ്മിണിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും പറഞ്ഞു. എന്നാണ് വിവാഹം നടന്നത്? എവിടെ നിന്നാണ്? എത്ര മക്കളുണ്ട്? അവരെന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഫെബ്രുവരി 17 നമ്മുടെ മാരേജ് 94 റാന്നി അവിടെ പരീക്ഷാല വെച്ച് നടത്തി. പിന്നെ അതിനുശേഷം ദൈവം എനിക്ക് 2 മക്കളെ കൊടുത്തതാണ്. മൂത്ത മോള് ജെർലീന, ഇളയ മോന് സക്രിയ. പ്രൈസ്ല 2 മക്കളുണ്ട്. മോള് BTech കഴിഞ്ഞു. അവർ 2 വർഷം ഇൻഫോസിസിലായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ വീട്ടിൽ. മോനിപ്പോൾ BTH പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 3rd ഇയറാണ്, ഫൈനൽ ഇയർ. പ്രൈസ്ല. ഇതാണ് നമ്മുടെ പിള്ളേരുടെ കാര്യം. ദേവദാസൻ ഇടയ്ക്ക് ഓർപ്പിച്ചു, നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാനായി കർത്താവിൻ്റെ ദാസൻ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചുവെന്ന്. എങ്ങനെയാണ് ആ ധൈര്യമുണ്ടായത്? ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടൊന്ന് പറയാമോ? എൻ്റെ കല്യാണം 94-ലായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലായിരുന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങേരുടെ വിഷനെക്കുറിച്ച് ദൈവം ഒരു വിഷൻ കാണിച്ചതും അതെല്ലാം പറഞ്ഞു. ഞങ്ങൾ 5 വർഷമായി അത് ഏതാന്നുള്ളത് അറിയത്തില്ലായിരുന്നു. നല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ നിൻ്റെ ഹിതം എവിടെ ആയാലും അവിടെ ഞങ്ങൾ പോകുവാൻ തയ്യാറാണ്, നീ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഒരു സിസ്റ്റർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് വന്ന് താമസിച്ചു. അവർ മുഖാന്തരമാണ് ഇങ്ങനെ വരാനുള്ളൊരു ചാൻസ് വരികയും. അപ്പോൾ അത് ദൈവ പ്ലാനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് 2 പേരും ഒന്നിച്ച് സമ്മതിച്ചു. 5 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിന് മുന്നേ ഒരു 6 മാസമാണ് ഞാൻ പറഞ്ഞ ആ സിസ്റ്റർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവ പ്ലാൻ ഏതാ, എവിടെ, എന്തായാലും ഞങ്ങളെ അറിയിക്കണേ എന്നുള്ള ഇതോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ആ സിസ്റ്റർ പറഞ്ഞത്, ജമ്മുവിലൊരു തമിഴ് പാസ്റ്റർ ആവശ്യമുണ്ട്, നിങ്ങൾ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ആ ചോദിച്ചത് പുള്ളിക്ക് സമ്മതമായിരുന്നു, എനിക്കും ദൈവ പ്ലാനാണെങ്കിൽ അതിന് പോകാമെന്നുള്ള. അതിന് മുന്നേ കല്യാണ സമയത്ത് ദൈവം എവിടെ അയക്കുവാൻ ആഗ്രഹിക്കുന്നോ, ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നോ അത് ചെയ്യുവാൻ തീരുമാനിച്ച ഇറങ്ങിത്തിരിച്ച്. അതുകൊണ്ട് ദൈവം എവിടെ വിട്ടാലും ദൈവനാമം ഉയരണം, മഹിമപ്പെടണം എന്നുള്ള ഒരേ ഒരു ആശയമുള്ളായിരുന്നു. അതുകൊണ്ട് സമ്മതിച്ചു. ഈ ദേശത്തെ കടന്നു വന്നപ്പോൾ വ്യത്യസ്തമായ ഭാഷ, ഭക്ഷണം, അതൊക്കെ എങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത് ചുരുക്കമായൊന്ന് പറയാമോ? ആരംഭത്തിൽ ഇച്ചിരി പ്രയാസമായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ സൗത്തിലധികം അരി ആഹാരം കഴിക്കുന്നവർ. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം റൊട്ടി, പച്ചക്കറികളെല്ലാം വ്യത്യാസമായിരുന്നു. ആരംഭത്തിൽ ഇച്ചിരി പ്രയാസമായിരുന്നെങ്കിലും പിന്നീട് ഓരോരോ ദിവസം പോകും തോറും അതിനോടുകൂടെ അനുകൂലിക്കുവാൻ ദൈവം ശക്തി തന്നു. അതെല്ലാം പിന്നെ എൻ്റെ ജീവിതത്തിലൊരു കാര്യമുണ്ട്, ദൈവം എന്ത് ആഹാരം ദൈവം തന്നാലും അത് കഴിക്കുവാൻ ചെറുപ്പം തൊട്ട് ഒരു ശീലം അത് വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. വെച്ചാൽ ഞങ്ങൾ 7 മക്കളായിരുന്നു. വീട്ടിൽ എന്താഹാരം തന്നാലും അത് കഴിക്കണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു ശീലത്തിൽ വന്നതിനാൽ ദൈവം എന്ത് തന്നാലും അത് കഴിക്കാനുള്ളൊരു ബലം ദൈവം നൽകിയിരുന്നു. നീണ്ട 23 വർഷം ഇവിടെ ശുശ്രൂഷിച്ചു. ഓർത്തെടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് ദൈവം നടത്തിയത്? ദൈവം അത്ഭുതകരമായാണ് ഈ ദേശത്തെ ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആരംഭത്തിലൊക്കെ ഇച്ചിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാലും ദൈവസന്നിധിയിലിരുന്ന് 2 പേരും ഒന്നിച്ച് രാവിലെ ഞങ്ങൾ 2 പേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ദൈവം മുമ്പാകെ വെച്ച് 2 പേരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ ഓരോരോ വിഷയത്തിനും ഉത്തരം തന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്ത വിഷയത്തിലും മറ്റുള്ള കാര്യങ്ങളിലും എന്ത് ദൈവത്തോട് ചോദിച്ചാലും
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരേ വിഷയം, അന്നുള്ള ആഹാരം, അന്നുള്ള ആവശ്യങ്ങളെ ഞങ്ങൾക്ക് നിറവേറ്റി തരണമെന്നായിരുന്നു. അതേപോലെ ദൈവം ഓരോരോ ദിവസവും ആവശ്യമായ എല്ലാ നന്മകളും, പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യ വന്നതിന് ശേഷം സാമ്പത്തികമായി ഇത്ര പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇട വന്നില്ല. ദൈവം ആവശ്യങ്ങൾ ഓരോരോ ദിവസം മാനിച്ചുകൊണ്ടിരുന്നു. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് സഹോദരിമാരോട് എന്താണ് സഹോദരി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ, വിശ്വാസയാത്രയിൽ നമ്മൾ ദൈവത്തിൻ്റെ പുറകെ തിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നിശ്ചയം ദൈവം നൽകി തരും. നമ്മളൊന്നു മാത്രം ചെയ്യണം, നമ്മളെ ദൈവമുമ്പാകെ വിശ്വസ്തരായി ദൈവത്തെ സേവിക്കണം. അതുമാത്രം മതി. നമ്മുടെ ഓരോരോ ആവശ്യങ്ങളെ ദൈവം ഓരോ ദിവസവും മാനിക്കും. എന്തൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം അത് നമുക്ക് അനുകൂലമാക്കി തീർക്കും. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. കഴിഞ്ഞ 23 വർഷം ഈ കട്ടയുടെ പ്രദേശത്ത് അനവധി പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഈ ദേശത്തിൻ്റെ അന്ധകാര ശക്തികളൊക്കെയും ഞങ്ങൾക്കെതിരായി വന്നു. എങ്കിലും ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഒരിക്കലും ക്ഷീണിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. അതേപോലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ ഒന്നും മാത്രം നോക്കിയാൽ മതി. ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നെ നടത്തുവാൻ ശക്തനാണ്, അവസാനം വരെ എന്നെ നടത്തുമെന്നുള്ള ദൃഢവിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയം ദൈവം നമ്മളെ നടത്തും. ഒന്നിനും കുറവില്ലാതെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ പരിപാലിക്കും. നമ്മൾ മാതാപിതാക്കളെക്കാൾ ഉപരി, സഹോദരങ്ങളെക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ ഒരിക്കലും നിരാശരായി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യമായി ദൈവം മുമ്പാകെ പിൻപറ്റാം. പ്രത്യേകിച്ച് പുരുഷന്മാരെ പോലെ സ്ത്രീകളായ നമുക്കും ദൈവവേലയിൽ വലിയൊരു പങ്ക് ദൈവം വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ധൈര്യമായി അവരോടൊപ്പം നിന്ന് ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കണം. ദൈവം അതിനുള്ള ശക്തി നമുക്കും തരും, അതിന് യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ ദാസൻ കുടുംബമായി 2 പതിറ്റാണ്ടിൽ അധികമായി ഇവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസി കഴിഞ്ഞ ചില നാളുകളായി ശാരീരികമായി സുഖമില്ലാതിരിക്കുന്നു. വിശേഷാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഈ ദേശത്ത് നല്ലൊരു വർക്ക്, നല്ലൊരു വേല ചെയ്തെടുക്കാൻ കർത്താവിൻ്റെ ദാസനെ വളരെയധികം കൈത്താങ്ങൽ നൽകുന്ന കർത്താവിൻ്റെ ദാസിയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അനുഭവങ്ങൾ തുടരുന്നു. വിലകൊടുത്തവർ ശോഭിതരാകും. പ്രേക്ഷകർക്കൊരു പ്രചോദനമായി വില കൊടുത്തവർ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷീകരണത്തിനു വേണ്ടി ഒരുപാട് പ്രതികൂലങ്ങളെ അതിജീവിച്ച് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അധികം ആരാലും അറിയപ്പെടാതെ ദൈവവേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്കൊരു പ്രോത്സാഹനവും യുവതലമുറയ്ക്കൊരു പ്രചോദനവുമായിക്കൊണ്ടിരിക്കുന്ന വില കൊടുത്തവർ എന്ന പ്രോഗ്രാം ഞങ്ങൾക്കും അനുഗ്രഹമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലകൊടുത്തവർ ശോഭിതരാകും. പാസ്റ്റർ പറഞ്ഞുവല്ലോ ജമ്മുവിലെത്തിയെന്ന്. പിന്നെ എങ്ങനെയാണ് ഈ കട്ര ഈ സ്ഥലത്തെത്തിയത്? ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ, അതെ, അതുപോലെ ഭക്ഷണം, ഭാഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്? സെപ്റ്റംബർ 4 ജമ്മുവിലോട്ട് എത്തി. ഒക്ടോബർ 3 ആദ്യമായിട്ട് ഞാനും പാസ്റ്റർ ജോർജ് കുട്ടിയും കട്രയിൽ ആ സമയത്ത് സാറാ മാതാജിൻ പറഞ്ഞ PG അങ്ങളുടെ ആദ്യത്തെ വിശ്വാസിയാണ് സാറാ മാതാജി. ഒരു എൽഡർ ഒരു സിസ്റ്ററാണ്. അവർ മരിച്ചതുകൊണ്ട് ഇവരെ ഫ്യൂണറൽ സർവീസിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് കട്ര വന്നത്. ഞങ്ങളിങ്ങനെ ബസ്സിലോട്ട് വരുമ്പോൾ ഞാൻ മേളിൽ നോക്കിയപ്പോൾ ഈ മലയെ കണ്ടത് ദൈവ ആത്മാ പറഞ്ഞ് ഇവിടെ തന്നെ എൻ്റെ മിനിസ്ട്രി. ദൈവം എന്ത് കാണിച്ചോ ആ സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടുവന്നത്. മാർച്ച് മാസം പാസ്റ്റർ ജോർജ് കുട്ടി എന്നോട് പറഞ്ഞു, പാസ്റ്റർ നമ്മുടെ വിഡിജാൻ പാസ്റ്റർ പട്ടാൻകോട്ടോട് അവർ ട്രാൻസ്ഫർ ആകുന്നുണ്ട്,
സോ കട്രായിൽ നിങ്ങൾ പോകാൻ താല്പര്യമാണോ? അപ്പം ഞാൻ പറഞ്ഞു, ദൈവദർശനം എനിക്ക് കൊടുത്ത ഒരു സ്ഥലമാണ്, ഞാൻ അങ്ങോട്ട് തീർച്ചയായിട്ട് പോകാം. എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ 99 ഏപ്രിൽ, മന്ത് ഓഫ് ഏപ്രിൽ 25 സൺഡേ, അന്ന് സൺഡേ ആണ്, ഒരു 4 മണി ഇരിക്കും, ഈവനിങ് 4 o'clock ഞാൻ നിങ്ങളെ കട്രായിട്ട് എത്തിയതാണ്. നമ്മുടെ ക്ലൈമറ്റ് കേരളത്തിലും ഏകദേശം നമ്മുടെ ചെന്നൈയിലും ഏകദേശം ഒരു ക്ലൈമറ്റ് എല്ലാം ഒന്ന് തന്നെ. ചെന്നൈയിൽ ഭയങ്കര ഹാട്ടാണ്, 1. രണ്ടാമത്തെ അവിടുത്തെ ഫുഡ്, മൂന്നാമത്തെ ഭാഷ. കേരളത്തിൽ ഒരു നല്ല ഒരു പോസിറ്റീവാണ് ഒരു കാര്യം എന്താണ്, അവിടെ എല്ലാവർക്കും ഹിന്ദി പഠിക്കാനും വായിക്കാനും അവിടെ എല്ലാവർക്കും അറിയാം. എൻ്റെ ലില്ലിക്ക് അറിയാം. പക്ഷേ അവിടെ നമ്മുടെ തമിഴ്നാട്ട് സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെൻറ്റാണ്. ഹിന്ദിയുടെ ഒരു അക്ഷരം എനിക്കറിയത്തില്ല. സോ അപ്പോൾ എൻ്റെ സീനിയർ പാസ്റ്റർ നേരത്തെ എന്നോട് പറഞ്ഞതാ, നീ എങ്ങനെ ഹിന്ദി പഠിക്കും, നിൻ്റെ വയസ്സ് 36 സംതിങ് ആയി, പിന്നെ എങ്ങനെ നീ ഹിന്ദി സംസാരിക്കും, പിന്നെ നിൻ്റെ മിനിസ്ട്രി, നിൻ്റെ കാളിങ് ചർച്ച് പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ദൈവം തീർച്ചയായിട്ടും എനിക്കൊരു ചർച്ച് കിട്ടും, ദൈവം എനിക്കൊരു മിനിസ്ട്രി തീർച്ചയായിട്ടും എനിക്ക് കൊടുക്കും പാസ്റ്ററെ, അതുകൊണ്ട് എനിക്ക് യാതൊരു സമസ്യയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ ഇങ്ങോട്ട് വന്നു. പിന്നെ ആഹാരം, നമുക്ക് റൊട്ടി അത്ര ഇഷ്ടപ്പെടത്തില്ല. അവിടെ ഇഡ്ഡലി, ദോശ, ചെന്നൈ, അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അവിടുത്തെ ഫുഡും, സാമ്പാർ, രസം, മോർ, ഇതാണ് അവിടുത്തെ പ്രത്യേക ഫുഡ്. പക്ഷെ ഇവിടെ വന്ന് എല്ലാം മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചെന്നൈയിലെ ഒരു താട്ടുണ്ട്, ജമ്മു കാശ്മീർ പറഞ്ഞ 3 വിഷയം അവിടെ ഉണ്ട്. ഒന്നാമത് ജമ്മു, ഞങ്ങളെല്ലാം വിചാരിച്ചത് എങ്ങനെയാണ്, ജമ്മു കാശ്മീർ മുഴുവതും സ്നോ ഫാളിങ് കാണും. ജമ്മു മുഴുവതും അവിടെ സ്നോ ഫാളിങ് ഉണ്ട്. രണ്ടാമത് എല്ലാ ദിവസവും അവിടെ ആപ്പിൾ കിട്ടും, എല്ലാ സ്ഥലത്തും ആപ്പിൾ, ജമ്മു കാശ്മീരിൽ ആപ്പിൾ കിട്ടും. മൂന്നാമത് ടെററിസ്റ്റ്, അവിടെ എല്ലാ സ്ഥലത്തിലും ടെററിസ്റ്റ് ഉണ്ട്. ഇത് നോർമലായിട്ട് ചെന്നൈ, തമിഴ്നാട്, സൗത്തിൽ ഇത് നോർമലായിട്ട് എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെ ഈ കാര്യങ്ങളുണ്ട്. 3 വിഷയമുണ്ട്. അപ്പം ഞാനിങ്ങനെ സെപ്റ്റംബർ മാസം വന്നപ്പോൾ നല്ല ചൂടാണ് ജമ്മുല്. ഇവിടെ തണുപ്പില്ല, ബർഫ് ഒന്നുമില്ല, സ്നോ ഒന്നുമില്ല, ആപ്പിൾ ട്രീ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ മാറി അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോൾ തണുപ്പ് ഇങ്ങനെ കൂടി വരുവാ. അപ്പോൾ ഞങ്ങൾ ജമ്മുവിൽ ഇരുന്നപ്പോൾ ആർമി ബ്രദർ എന്നോട് വന്ന് ചോദിച്ചു, പാസ്റ്റേ നിങ്ങളെടുത്തല്ല രജായി ഉണ്ടോ? എനിക്കറിയത്തില്ല രജായി ഏത് സാധനമാണ്, അത് കഴിക്കാനുള്ള സാധനമോ എന്തോ, നമുക്കൊന്നും അറിയത്തില്ലല്ലേ, രജായിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറെ രജായിൻ്റെ സാധനം എന്തുവാ? അതാ ബ്രദറെ, പാസ്റ്ററെ, തണുപ്പ് സമയത്ത് നമുക്ക് പുതയ്ക്കാനുള്ള ഒരു സാധനമാണ്, അത് ഒരു ബെഡ് പോലെ ഒരു സാധനം. ഓ അങ്ങനെയാ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നമുക്കൊന്നും അറിയത്തില്ലാമ പറഞ്ഞത്. പക്ഷേ പതുക്കെ ദൈവം നമുക്ക് ക്ലൈമറ്റൊക്കെ സെറ്റാക്കി ദൈവകൃപയാൽ 99 ഈ കട്രായിൽ വന്നപ്പോൾ, ഈ ചർച്ച് ചാർജ് എടുത്തപ്പോൾ വിത്തിൻ എ 3 month ഹിന്ദി സംസാരിക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകി. അത് ഒരു പെരിയ ഒരു മിറാക്കിളാണ്. പിന്നെ ആഫ്റ്റർ 6 months പതുക്കെ എനിക്ക് വായിക്കാനുള്ള ദൈവം കൃപ നൽകി. പിന്നെ അതിനുശേഷം കുറച്ച് എഴുതാനുള്ള ഒരു കൃപയും ദൈവം കൊടുത്തു. ഇങ്ങനെ 2000 എത്തുമ്പോൾ ഞാൻ ഏകദേശം ഹിന്ദിയിൽ നല്ലപോലെ സംസാരിക്കുവാനും പിന്നെ എഴുതാനും വായിക്കുവാനും ഉള്ള ഒരു ദൈവം കൃപ നൽകി. പിന്നെ ക്ലൈമറ്റും പതുക്കെ നമുക്ക് ഇങ്ങനെ ദൈവം നമ്മളെ അനുപ്പിയത് കൊണ്ട് സോ നമുക്കെല്ലാം നമ്മൾക്ക് അനുകൂലമായി, ഫുഡ് കാര്യങ്ങൾ നമുക്ക് സെറ്റായി. ജമ്മു കാശ്മീർ റിയാസി ഡിസ്ട്രിക്റ്റിലെ കട്ര എന്ന് പറയുന്ന സ്ഥലം ഒത്തിരി ഫേമസ് ആണ്. അതെ. കാരണം ഇന്ത്യൻ മെസ്സഞ്ചറിലൂടെയും അനേക പ്രസംഗവേദികളിലും കർത്താവിൻ്റെ പ്രസിദ്ധനായ ദേവദാസൻ പാസ്റ്റർ PG വർഗീസ് അവറുകൾ ആദ്യമായി കടന്നു വന്ന് പ്രവർത്തിച്ച തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രാരംഭ ഘട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ് കട്ര എന്ന് പറയുന്നത്. അതെ. ആ സഭയിൽ കർത്താവിൻ്റെ ദാസന് ശുശ്രൂഷിപ്പാനുള്ള അവസരം ദൈവം നൽകി. തീർച്ചയായിട്ടും. എത്ര വർഷം ശുശ്രൂഷിച്ചു? അതുപോലെ പാസ്റ്റർ PG വർഗീസിൻ്റെ ലീഡർഷിപ്പ്, ആ പ്രസ്ഥാനം
അതിൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം എപ്രകാരം അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് അല്പമൊന്ന് വിവരിക്കാമോ? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പാസ്റ്റർ ജോർജ് കുട്ടി, പാസ്റ്റർ മോഹൻദാർമ ഞാൻ IIT എൻ്റർ ആവും. PG അങ്കിളെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പാസ്റ്റർ ജോർജ് കുട്ടി എന്നോട് പറഞ്ഞു, ഇതാ 1972 PG അങ്കിളും ലില്ലി ആൻറ്റിയും ഇവിടെ പ്രവർത്തിച്ച ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇന്ത്യൻ എവാഞ്ചലിക് ടീംക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം അവർ ഭയങ്കര ഒരു ഹാർഡ് വർക്ക് செஞ்சாൽ ഇവിടുത്തെ ചർച്ച അവർ ഉണ്ടാക്കിയത്. ആ സമയത്ത് ഭയങ്കര പ്രശ്നമാണ്, ഫൈനാൻഷ്യലി എവറിത്തിങ്, എല്ലാ കാര്യത്തെ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. സോ அப்படிப்பட்ட ഒരു സ്ഥലത്ത് ദൈവം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. സോ അതുകൊണ്ട് എനിക്ക് ഉള്ളത്തിൽ ഭയങ്കര ഒരു സന്തോഷം. 99 April 25 സൺഡേ അന്ന് ഞാൻ കട്രായിൽ ഇവിടുത്തെ ചർച്ച് PG അങ്ങളുടെ ചർച്ചിൽ ചാർജ് എടുത്തതാണ്. PG അങ്ങളുടെ എക്സ്പീരിയൻസ്, അവരുടെ മിനിസ്ട്രിയിൽ ഉള്ള പാഷൻ ആൻഡ് ദെൻ വിഷൻ, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ഫാസ്റ്റ് മാന്, പിന്നെ അവരുടെ ലീഡർഷിപ്പ് ഒരു ആർമി ലീഡർഷിപ്പാണ്. അവർ എല്ലാം പെർഫെക്റ്റാണ്, എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റായിട്ട്, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ഷേവ്, എല്ലാം ഇൻസൈഡ്, എല്ലാം ഡ്രസ്സിങ് സ്റ്റൈൽ, ഡ്രസ്സിങ് സെൻഷൻ എല്ലാം, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം കാണും, പട്ടാൻകോട്ടിലും പിന്നെ ഡൽഹിയിലെ എന്തെങ്കിലും ലീഡേഴ്സ് മീറ്റിംഗ് സമയത്ത്. മറ്റേ സമയത്ത് ഞങ്ങൾ അത്ര ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരു നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു നല്ല ഒരു മിനിസ്ട്രി ബർഡൻ, നമ്മുടെ ദേശത്തെ കുറിത്ത ഒരു ഇന്ത്യൻ ഒരു നമ്മുടെ ഇത്ര പെരിയ ദേശം ഇதை குறித்த ഒരു നല്ല ഒരു ദർശനമുണ്ട്. സോ അതുകൊണ്ട് ദൈവം അവരെയും അവരുടെ മിനിസ്ട്രിയും ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. അവർ മുഖാന്തരം ഞാനും 16 വർഷം ഈ കട്ര ചർച്ചിൽ മിനിസ്ട്രി ചെയ്യാനുള്ള ദൈവം എനിക്ക് നല്ല കൃപ നൽകി. അവരുടെ വിഷനോട് കൂടെ ചേർന്ന് പിന്നെ ചർച്ച് മിനിസ്ട്രിയുടെ ഗ്രോത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ പല ഡിഫിക്കൽട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദൈവം എല്ലാം മാറ്റി, ഭാഷ നല്ലപോലെ സംസാരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് കൃപ നൽകി. പിന്നെ ഞാൻ വന്നപ്പോൾ ആ ചർച്ച ഒരു ചെറിയ ചർച്ചയായിരുന്നത്. അവർ PG അങ്കിളോട് ഒരു ദിവസം ഞാൻ പറഞ്ഞ്, അങ്കിൾ ഈ ചർച്ച കുറച്ച് ചെറിയതാണ്, നമ്മൾ കാരണം ഈ കട്ര ഉള്ള സ്ഥലം ഒരു നല്ല ഒരു സ്ഥലമാണ്, ഇവിടെ നമുക്കൊരു ചർച്ച ഇപ്പോൾ ആൾക്കാർ പതുക്കെ കൂടി വരുന്നുണ്ട്, ചർച്ച് ഫുള്ളായി. സോ അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ ചർച്ച ഉണ്ടാക്കാം. അപ്പോൾ ആ സമയത്ത് ഫൈനാൻഷ്യലി ഓർഗനൈസേഷനിൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് അങ്കിൾ പറഞ്ഞു, ഇപ്പോഴെൻ്റെ അടുത്തുള്ള പൈസ ഇല്ല, പ്രാർത്ഥിക്കൂ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 2002 ഒരു വിഷൻ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ചർച്ച ആൾക്കാരോട് പറഞ്ഞു, നമ്മളൊരു പുതിയ ചർച്ച ഉണ്ടാക്കണം ഇവിടെ. അപ്പോൾ 5 ലക്ഷം രൂപ, 5 lakhs എസ്റ്റിമേറ്റ്, ഒരു വിഷൻ പോലെ എല്ലാ വിശ്വാസികളോടും ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവകൃപയാൽ ഞങ്ങൾ പുതിയ ചർച്ച ഉണ്ടാക്കി. അവിടെ ഒത്തിരി ആൾക്കാർ വന്നു. ദൈവം മിനിസ്ട്രി നല്ലപോലെ അനുഗ്രഹിച്ചു. കഴിഞ്ഞ 23 വർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്തതിൽ ഏതെല്ലാം തരത്തിലാണ് വില കൊടുക്കേണ്ടി വന്നത്? 1-2 അനുഭവങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവച്ചാൽ അത് വളരെ നന്നായിരിക്കും. ഞങ്ങൾ ചെന്നൈ വിട്ട് വരുമ്പോൾ ഒരു നല്ല 500 ആൾക്കാരുള്ള ഒരു പെരിയ ഒരു ചർച്ചായിരുന്നു. എൻ്റെ സീനിയർ പാസ്റ്റർ പറഞ്ഞു, നീ പോകണ്ട, ഈ ചർച്ച് ഇൻചാർജ് നീ എടുക്കരുത്, കാരണം ഒത്തിരി നീ കഷ്ടപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, വേണ്ട പാസ്റ്റർ. സോ എനിക്ക് സൗകര്യമായിട്ട് ജീവിക്കുമെങ്കിൽ ഞാൻ ചെന്നൈയിൽ ആ ചർച്ച് ചാർജ് എടുത്ത് അവിടെ നല്ലപോലെ ജീവിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വിളി, ദൈവത്തിൻ്റെ ഒരു ദർശനം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് വേണ്ട. ഇങ്ങനെ അത് ഞാൻ വില കൊടുത്തു. അതിനുശേഷം കട്രാല വന്നു. കട്രാല ഞാൻ 16 വർഷം പുതിയ ചർച്ച ഉണ്ടാക്കി. ഒത്തിരി ആൾക്കാരെ ദൈവ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. മറ്റേ ജാതിക്കാരെയും ദൈവകൃപയാൽ അവരും ചർച്ചയ്ക്ക് വന്നു. ഒത്തിരി ദൈവ മിറാക്കിൾസ് ചെയ്യും.
സോ അതുകൊണ്ട് ചർച്ച ഇങ്ങനെ ഗ്രോത്തായി. ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടതാ, പ്രയാസപ്പെട്ട. അതിനുശേഷം പിജങ്ങൾ എന്നോട് പറഞ്ഞു, നീ പഞ്ചാബിലോട്ട് പോ. സോ ഞാനങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ നിൻ്റെ ഹിതം എന്തെങ്കിലും എനിക്ക് പറയണം. എൻ്റെ മുമ്പ് ഇപ്പോൾ 2 വിഷയമാണ്. ഒന്ന് വിഷൻ, മറ്റത് മിഷൻ, എവാഞ്ചലിക്കൽ ടീം. സോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടപ്പോൾ ആ സമയത്ത് ഒത്തിരി കുറച്ച് ഞാൻ ഡിസ്റ്റർബായി. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു സഹോദരനുണ്ട്. പുള്ളി കൽക്കട്ടയില. പുള്ളി എന്നോട്, ഞാൻ പുള്ളിയോട് കുറച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്റ്ററെ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു തമിഴ് കോൺഗ്രിഗേഷൻ ഉണ്ട്. ഇവിടുത്തെ പാസ്റ്റർ അമേരിക്ക പോയി. പിന്നെ നിങ്ങൾക്ക് താമസിക്കാൻ ഫ്ലാറ്റ്, പിന്നെ ഒരു 4-വീലർ കാർ മാരുതി, പിന്നെ 15,000 rupees നിങ്ങൾക്ക് മന്ത്ലി സാലറി. ഒരു തമിഴ് കോൺഗ്രിഗേഷൻ ഉണ്ട്, അതുകൊണ്ട് പാസ്റ്റർ ഇങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഞാനും ലില്ലിയും 2 പേരും ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞങ്ങൾ ഒത്തിരി പ്രയാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് നല്ല ഒരു വിഷൻ കാണിക്കണം, അല്ല നല്ല ഒരു വേ എനിക്ക് കാണിക്കണം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ശേഷം ഞാൻ ലില്ലിയോട് പറഞ്ഞു, നമ്മൾ ഒരു പരീക്ഷയിടാം, അത് പേപ്പറിനകത്ത് എഴുതി ഇട്ട് ഏത് ലിസ്റ്റ് വരുതോ, ഏത് നെയിം വരുതോ ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാം. ഇങ്ങനെ ഞങ്ങൾ ഡിസൈഡാക്കി. അപ്പോൾ ഒരു പേപ്പറിനകത്ത് കൽക്കട്ട എഴുതി, മറ്റൊരു പേപ്പറിനകത്ത് കട്ര എഴുതി. ദൈവഗീതം കട്രായെങ്കിൽ നമ്മൾ കട്രായിലെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൽക്കട്ട പോകാം. ഇത് 2 സ്ഥലത്തിൽ ഏതാவது ഒരു സ്ഥലത്തിൽ നമ്മൾ പോകാം. ഇങ്ങനെ ഒരു ഞാനും ലില്ലിയും ഒരു ഡിസിഷൻ എടുത്തു. പിന്നെ ഞങ്ങൾ 2 പേരും ഒന്നിച്ച് പുൽപീറ്റിനകത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു 1 hour പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ലില്ലിയോട് പറഞ്ഞു, ലില്ലി നീ ആ പേപ്പർ എടു. അപ്പോൾ ലില്ലി പ്രാർത്ഥിച്ച് ഒരു പേപ്പർ എടുത്തപ്പോൾ അതിനകത്ത് കട്ര എഴുതി. എന്താ ചെയ്യാൻ? അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. കട്രാന്ന് വന്ന പിന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തു, എൻ്റെ മിനിസ്ട്രി ഇവിടെയാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നു. പിന്നെ പി ജി ആ സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെയാ മിനിസ്ട്രി, എനിക്ക് ചർച്ച വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എല്ലാം വിടുക. സോ അങ്ങനെ ജനുവരി മാസം 2015 ഫസ്റ്റ് സൺഡേ ഞാൻ ആ ചർച്ച വിട്ട് വെളിയെ വന്നു. ഇത്രയും നീണ്ട വർഷത്തെ സുവിശേഷ വേലയിൽ പാസ്റ്ററുടെ വൈഫിൻ്റെ ആ സപ്പോർട്ട് മിനിസ്ട്രിയിൽ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ 26 വർഷം ചെന്നൈയിലും പിന്നെ ഇവിടുത്തെ ഈ മിനിസ്ട്രിയിൽ ദൈവകൃപയാൽ നല്ലപോലെ ചെയ്യാം, ഓർ ഞങ്ങൾ നല്ലപോലെ ഓടുവാം. ദൈവം എനിക്ക് കൃപ നൽകിയത് പ്രാർത്ഥനയോട് കൂടെ എൻ്റെ മിസ്സസ്സാണ്. അവളുടെ നല്ല ഒരു സപ്പോർട്ട് എനിക്ക് ഉള്ളത് കൊണ്ട് ഞങ്ങൾ നല്ലപോലെ മിനിസ്ട്രി ചെയ്യുക ദൈവം എനിക്ക് കൃപ നൽകി. പ്രത്യേകം എൻ്റെ മിസ്സസ്സിക്ക് വേണ്ടി ഞാൻ നന്ദി പറയുക ഈ സമയത്ത്. കാരണം ഒത്തിരി അവൾ കഷ്ടം അനുഭവിച്ചു, ഞങ്ങൾ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച്. ആ സമയത്തെല്ലാം എന്നെ എൻകറേജ് ചെയ്യുവാനും, പേടിക്കേണ്ട അച്ഛാ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ ദൈവം കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ നടത്തും, നിങ്ങൾ ഒന്ന് വിഷമിക്ക വേണ്ട, ഇങ്ങനെ എന്നോട് നല്ല ഒരു എൻകറേജ്മെൻറ്റ് വേർഡ് അവൾ കൊടുത്തത് കൊണ്ട് എൻ്റെ മിനിസ്ട്രിയിലെ ചില സമയത്ത് ഞാൻ തകർന്നപ്പോൾ എൻ്റെ മിസ്സസ് എനിക്ക് കൂടുതലായിട്ട് സപ്പോർട്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ മിനിസ്ട്രിക്ക് ഉള്ളത് കൊണ്ട് പിള്ളേരെ നോക്കുവാൻ എനിക്ക് ചില സമയത്ത് നമുക്ക് സമയം കിട്ടത്തില്ല. സോ ആ സമയത്ത് പിള്ളേരെ നോക്കിയിട്ട് ചില സമയത്ത് ചർച്ച് വിശ്വാസികളും ഇടയ്ക്കിടയ്ക്ക് ലില്ലിയിടത്തിൽ വരുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി, ചില ആലോചനയ്ക്ക് വേണ്ടി, ചില കാര്യങ്ങൾക്ക് വേണ്ടി വരും. സോ ഫാമിലി ആൻഡ് ദെൻ മിനിസ്ട്രി, പിന്നെ എന്നെയും കെയർ ചെയ്യുവാനും ഇങ്ങനെ ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നത്. സോ ദൈവം നമുക്ക് ഒരു കൃപ നൽകിയതാ, ഒരു നല്ല ഒരു വൈഫ്
ദൈവം എനിക്ക് കൊടുത്തതാ. അത് ലില്ലിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകം അവളുടെ ജീവിതത്തിൽ ഒത്തിരി, കാരണം ഒന്നാമത് ഞാൻ തമിഴാ, ലില്ലി മലയാളമാണ്. സോ ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആനാലും അവളെല്ലാം സഹിച്ചു, എല്ലാ കാര്യങ്ങളും അവൾ ഏറ്റെടുത്തു. എന്നോട് കൂടെ ഒത്തിരി പറഞ്ഞു, ഈ തമിഴിനെ പോയി കട്ടിച്ചു, ഇങ്ങനെ നിറയെ പ്രോബ്ലം വന്നു, നിറയെ പ്രശ്നങ്ങൾ വന്നു. അവളോട് ചോദിച്ചതാ റിലേറ്റീവ്സ്. അവൾ എന്നോട് കൂടെ സ്ട്രോങ്ങായി നിന്നതുകൊണ്ട് എൻ്റെ മിനിസ്ട്രി ഇത്രത്തോളം ദൈവം നടത്തിയത് ദൈവമാണ്. അതോടൊപ്പം എൻ്റെ മിസ്സസ്സാണ്. അതുവേണ്ടി ദൈവത്തെ നന്ദി പറയുന്നു. അതുകൊണ്ട് സുവിശേഷ വേലയിൽ ഭാര്യയും ഭർത്താവും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഇത് കേൾക്കുന്ന ഒത്തിരി പാസ്റ്റർമാരോ ഒത്തിരി ഫാമിലീസ് ഉണ്ട്. സോ അവർക്ക് വേണ്ടി ഞാൻ പറയരുത് ഇതുവാ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ആ ഫാമിലി അനുഗ്രഹിക്കും. മിനിസ്ട്രി ഉള്ളതെങ്കിൽ മിനിസ്ട്രിയും ദൈവം അനുഗ്രഹിക്കും. ഇത്രയും നീണ്ട മിനിസ്ട്രിയിൽ എപ്പോഴെങ്കിലും ഇവിടം വിട്ട്, ഈ മിനിസ്ട്രി വിട്ട് തിരിച്ചു പോയാൽ മതി എന്ന് ചിന്തിച്ച സന്ദർഭങ്ങളുണ്ടോ? എല്ലാ ദേവദാസന്മാരുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവം തീർച്ചയായിട്ടും കാണും. കാരണം 23 വർഷം മിനിസ്ട്രീന, പ്രത്യേകം ഈ വടക്കിന്ത്യയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരത്തെ ഞങ്ങൾ കണ്ടതാണ്. പ്രത്യേകം 2015 ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നത്, നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോയാൽ എന്താ, ആ ചിന്ത ഒത്തിരി പ്രാവശ്യം ഞാൻ ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ ആൻഡ് ദെൻ ദൈവത്തിൻ്റെ அந்த ദർശനം ഉള്ളത് കൊണ്ട് ദൈവം ആ വിചാരത്തെല്ലാം മാറ്റി. ചില സമയത്ത് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ടീമിക്ക് വേണ്ടി പ്രശ്നം, എല്ലാ വിധത്തിലും നമുക്കൊരു പ്രഷറുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോയാൽ നല്ലത്. എനിക്ക് 2015 ശേഷം ഒരു 2 പ്രാവശ്യം ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ നീണ്ട മിനിസ്ട്രിയിൽ ദൈവം ചെയ്ത വലിയൊരു അത്ഭുതം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? പ്രത്യേകം ഞാൻ 2015 ഞാൻ ചർച്ച വിട്ടു. ഞങ്ങൾ ശൂന്യതായി. പക്ഷേ ദൈവകൃപയാൽ, ദൈവത്തിൻ്റെ ദർശനം ഉള്ളത് കൊണ്ട് ദൈവം എൻ്റെ അടുത്തുള്ള 3 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. സ്ഥലത്തേക്ക് വേണ്ടി, താമസിക്കാൻ വീട് വേണ്ടി, പിന്നെ നല്ല ഒരു ചർച്ച് വേണ്ടി. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് 2016 ഈ സ്ഥലം മേടിക്കാൻ വേണ്ടി ദൈവം കൃപ നൽകി. പിന്നെ 2017 ഏപ്രിൽ 6 നല്ല ഒരു അരുമയാണ് ഒരു വീടും പിന്നെ ഒരു ഹാൾ, ചർച്ച് ഹാൾ കെട്ടാൻ വേണ്ടി ദൈവം കൃപ നൽകി. 2018 എനിക്ക് 11 ലക്ഷം എനിക്ക് കടനിലായിരുന്നു. ഞാൻ 11 ലക്ഷം. പ്രൈസ് ദി ലോർഡ്. 2018 നവംബർ 6 എൻ്റെ എല്ലാ കടൻ അടയ്ക്കാനുള്ള കൃപ ദൈവം നൽകി. ഇതൊരു പെരിയ മിറാക്കിളാണ്. വിത്തിൻ 2 years 35 lakhs എനിക്ക് യാതൊരു സപ്പോർട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ ഉള്ളത് കൊണ്ട്, ദൈവ ദർശനം ഉള്ളത് കൊണ്ട് ദൈവം എന്നെ ഇവിടുത്തെ മാനിച്ചു. 35 ലക്ഷത്തിൽ കൂടുതൽ പൈസ ദൈവം എന്നെ കൊടുത്തു. അതൊരു പെരിയ ഗ്രേറ്റ് മിറാക്കിളാണ്. പാസ്റ്ററുടെ അനുഭവത്തിൽ നമ്മെ കേൾക്കുന്ന പ്രേക്ഷകർ അനേകർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുവാനുണ്ട്. അനേകർ ഈ ദേശങ്ങളിൽ വന്ന് പ്രവർത്തിക്കണം. അവരോട് ദേവദാസൻ എന്താണ് പറയാനുള്ളത്? ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. ഇത് കേൾക്കുന്ന പ്രിയ സഹോദരനെ, പ്രിയ സഹോദരിയെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവനാണ്. ദൈവം അബ്രഹാമെ വിളിച്ച് ദൈവം അനുഗ്രഹിച്ച ദൈവം തീർച്ചയായിട്ടും നിങ്ങളും അനുഗ്രഹിക്കും. ഈ വടക്കിന്ത്യ പകുതി, പ്രത്യേകം ജമ്മു കാശ്മീരിൽ നിങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി വരണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം തീർച്ചയായിട്ട് നിങ്ങൾക്ക് സന്ധിക്കും. അവരുടെ എല്ലാ തേവകളെയും ദൈവം നിങ്ങൾക്ക് കൊടുക്കും. കാരണം 23 വർഷം ദൈവം എന്നെ നടത്തി. ആ ദൈവൻ ഇന്നും ജീവനുള്ള ദൈവനാണ്. ഒന്നില്ലാതെ എന്നെ ദൈവം ഇത്രത്തോളം നടത്തി. ഇന്ന് ദൈവം നല്ല ഒരു മിനിസ്ട്രി കൊടുത്തിട്ടുണ്ട്. എൻ്റെ സീനിയർ പാസ്റ്റർ പറഞ്ഞ്, നിനക്ക് ചർച്ച കിട്ടത്തില്ല, നീ ഒരു പാസ്റ്ററാണ്. പക്ഷെ ദൈവം இன்னொரு பெரிய சர்ச் தெய்வ கிருபையால் எனக்கு கொடுத்துട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഒരു പെരിയ മിനിസ്ട്രി കൊടുത്തതുണ്ട്. അതുപോലെ നിങ്ങൾക്കും ദൈവം കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ വടക്കേ ഇന്ത്യയിലെ പ്രിയ സഹോദരനെ സഹോദരിയെ, പ്രൈസ് ലോർഡ്, നിങ്ങൾ ഏതേ നോക്കണ്ട, ദൈവത്തെ നോക്കിയാൽ മതി. ദൈവവിളി ഉണ്ടായിരുന്നാൽ മതി.
ഈ ദേശത്ത് ദൈവം നിങ്ങളെ കൊണ്ട് പെരിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളിപ്പോഴത് വെൽക്കം ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. പ്രൈസ് ദി ദൈവവേല ചെയ്യുവാൻ വേണ്ടി ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. 2 സംസ്കാരങ്ങളിൽ ജനിച്ചു വളർന്നവർ ഒന്നായപ്പോൾ ഈ ദേശത്തേക്ക് ഒരു വലിയ ദർശനവുമായി കടന്നു വന്ന് അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് ഇന്നും തൻ്റെ ഇടത്തോടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവമാണ് നിങ്ങൾ കേട്ടത്. ഈ അനുഭവങ്ങൾ കേൾക്കുന്ന നിങ്ങൾ തീർച്ചയായും ഈ ദേശത്തേക്ക് കടന്നു വരണം. ഒരുപക്ഷെ നിങ്ങൾ ദൈവവിളി കേട്ട വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം ഈ വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കടന്നു വരുമ്പോൾ അനേക പ്രവർത്തന സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വരുവാൻ കഴിയുമെങ്കിൽ ഇവിടെയുള്ള അനേക പ്രദേശങ്ങളിൽ വേലകൾ ചെയ്യുവാൻ കഴിയും. നിങ്ങൾക്ക് വരുവാൻ കഴിയുന്നില്ല എങ്കിൽ സാമ്പത്തികമായി ഇവിടെ വേലകളെ സഹായിക്കുവാൻ കഴിയും. അല്ല, നിങ്ങൾക്ക് നന്നായി പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇവിടെയുള്ള വേലയോർത്ത് നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കുക. ഈ അനുഭവം പങ്കുവെച്ച ദേവദാസനെയും കുടുംബത്തെയും തൻ്റെ മിനിസ്ട്രിയും ഓർത്ത് തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. വളരെയധികം തിരക്കുണ്ടായിട്ടും വില കൊടുത്തവർ എന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി ദേവദാസൻ്റെ വിലയേറിയ സമയം നൽകി തന്ന ദേവദാസന് വളരെ നന്ദി അറിയിക്കുക. ഈ ദേവദാസൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ അനുഭവങ്ങളുടെ മാധുര്യമേറുന്ന വാക്കുകളുമായി മറ്റൊരു ദേവദാസനുമായി കണ്ടുമുട്ടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വില കൊടുത്തവർ, ജയം വരിച്ചവർ, വില കൊടുത്തവർ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രിയിൽ ഈ പാലത്തിൽ നിന്ന് ചാടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. നേരിയൊരു ശബ്ദം മാത്രം, നീ വീട്ടിൽ പോ, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. പിച്ചാത്തി കൊണ്ട് കണ്ടിച്ച് വിടുന്നത് പോലെ അത് എന്നെ മുറിച്ച് താഴെയിട്ടു. 1976 ജൂലൈ 13-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഞാൻ ഉദംപൂരിൽ ഞാൻ വന്നു. അവിടെ ഒരു ചെറിയ ബെഡ്ഷീറ്റ് വിരിച്ച് കോഴിക്കൂട്ടിൽ അന്ന് രാത്രിയിൽ ഞാൻ കിടന്നു. വില കൊടുത്തവർ മറക്കാതെ കാണുക. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:40 വരെ. ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.